Good morning all. നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് is gravitation, one of the important topics in physics. Before going to the details, I will introduce myself to you. I am Dr. Asha Joseph, Associate Professor from the Department of Civil Engineering. Gravitation എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഫസ്റ്റ് വരുന്ന ഒരു പിക്ചർ അല്ലെങ്കിൽ ഫസ്റ്റ് തോട്ട് what is that? Yes, it is apple. എപ്പോഴും നമ്മൾ ഗ്രാവിറ്റേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ന്യൂട്ടന്റെ തലയിലേക്ക് ആപ്പിൾ വീണ ഒരു പിക്ചറാണ് എല്ലാവരും തന്നെ പല ക്ലാസ്സിൽ ചോദിച്ചപ്പോഴും എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഇസ് ദ സെയിം കേസ് ഫോർ മീ ടു. പക്ഷേ നമ്മൾ ആരും വിചാരിക്കരുത് ന്യൂട്ടൺ ഇസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു തിങ്ക് അബൌട്ട് സച്ച് എ ഫോഴ്സ്. ന്യൂട്ടനേക്കാളും കുറേ മുമ്പുണ്ടായിരുന്ന പല സയന്റിസ്റ്റും they were thinking about some undefined or unforeseen force which attract all the bodies to earth. അതുപോലെ തന്നെ planets ഒക്കെ why they keep on moving in the same path. ന്യൂട്ടനും കുറേ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഗലീലിയോയും മറ്റു പല സയന്റിസ്റ്റും ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിരുന്നു. ബട്ട് ഈ ഫോഴ്സ് എന്താണ് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തതും ഈ ഫോഴ്സിനെ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നും എല്ലാം ഡിഫൈൻ ചെയ്തത് ന്യൂട്ടൺ ആണ്. സോ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓർ ഗ്രാവിറ്റേഷണൽ ലോ ഈസ് ഓൾസോ നോൺ ആസ് ന്യൂട്ടൺസ് ഗ്രാവിറ്റേഷണൽ ലോ. നമുക്ക് ഈ ടോപ്പിക്കിൽ ഈ ഗ്രാവിറ്റേഷൻ്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ ഗ്രാവിറ്റേഷൻ്റെ ക്ലാസ് 2 വീഡിയോസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻ ദ ഫസ്റ്റ് പാർട്ട് യു ക്യാൻ സീ ദ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, then gravitational constant represented by capital G and acceleration due to gravity represented by small g, and variation of this acceleration due to gravity with altitude, latitude and rotation of earth. Then comes the terms gravitational potential energy. ഈ 3 ടേംസ് എന്താണെന്നും അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ വീഡിയോയിൽ കാണാം. Then second video, it is regarding the satellite. Satellite എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം what is a satellite. Satellite escape velocity, orbital velocity of the satellites, and Kepler's law of planetary motion, the motion of geostationary and polar satellites, and energy of a satellite. ഇത്രയും കാര്യങ്ങൾ സെക്കൻഡ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. First we can see the universal law of gravitation. ഞാൻ നേരത്തെ പറഞ്ഞു it is also known as Newton's law of gravitation. ഈ gravitation law എന്താണെന്ന് വെച്ചാൽ the definition is given that every body in the universe attract each other with a force which is directly proportional to the product of masses and inversely proportional to square of distance between them. നമുക്ക് ഈ ലോ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇവിടെ 2 മാസസ് കാണിച്ചിട്ടുണ്ട്, മാസ് m1 ആൻഡ് മാസ് m2. സ്മോൾ r ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 മാസസ്. അപ്പം നമ്മളുടെ മാസ് m1 ഇറ്റ് ഈസ് അട്രാക്റ്റഡ് ബൈ മാസ് m2. അറ്റ് ദ സെയിം ടൈം മാസ് m2 ഈസ് അട്രാക്റ്റഡ് ബൈ മാസ് m1. അതാണ് ഇതിന് ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. Every body in the universe attract each other. അപ്പോൾ മാസ് m1നെ m2 അട്രാക്ട് ചെയ്യുന്നുണ്ട്, at the same time m2നെ m1 അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇനി what about the magnitude of this force? This force F is directly proportional to the product of the masses, that is m1 m2, and it is inversely proportional to square of distance between them, that is F is proportional to 1 by r square, or we can write F is proportional to m1 m2 by r square, and the constant of equality or constant of proportionality, that is capital G, that is known as the universal gravitational constant. So we can write F is equal to G into m1 m2 by r square. r എന്ന് പറയുന്നത് ഈ 2 മാസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ന്യൂമറേറ്ററിലുള്ള m1ഉം m2ഉം ആ 2 പ്രോഡക്റ്റ് ഓഫ് ദ മാസസ് ആണ്. ക്യാപിറ്റൽ G, that is the universal gravitational constant, and its value, you should study this value. നമുക്ക് പല പ്രോബ്ലംസ് ചെയ്യുമ്പോഴും ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരും. നിങ്ങൾ വാല്യൂ പഠിക്കണം. 6.67
into 10 raised to minus 11 Newton meter square per kilogram square. Dimensions of that m raised to minus 1 L cube t raised to minus 2. അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണെന്ന് കണ്ടു. അതായത് ഈ യൂണിവേഴ്സലിലുള്ള എല്ലാ ബോഡിയും attract each other, and this force, it is proportional to the product of these two masses and inversely proportional to the square of distance between them. ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ ഞാൻ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. and you have seen the value of that universal gravitational constant, and it is 6.67 into 10 raised to minus 11. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് നേരത്തെ പറഞ്ഞതുപോലെ എവറി ബോഡി അട്രാക്ട് ഈച്ച് അതർ, സോ ദിസ് ഫോഴ്സ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. ഇനി നമ്മുടെ ആ ഫോഴ്സിന്റെ എക്സ്പ്രഷനിൽ എഫ് ഇസ് ഈക്വൽ ടു m1 mg ഇൻറ്റു m1 m2 ബൈ ആർ സ്ക്വയർ, ആ രണ്ട് ബോഡീസിന്റെ ഇടയിലുള്ള മീഡിയം, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മീഡിയം ബിറ്റ്വീൻ ദ ബോഡീസ്. ദെൻ ദിസ് ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ്, that is work done in moving the particle is path independent. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും what is a conservative force. If the work done in moving the particle is path independent, ഏത് പാത്തിൽ കൂടെയാണ് അത് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെ ഡിപ്പെൻഡ് ചെയ്യണില്ല, എത്രത്തോളം ഡിസ്പ്ലേസ്ഡ് ആവുന്നുള്ളതെന്ന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് വെച്ചാൽ that kind of force is known as conservative force. This gravitational force is a conservative force. Then independent of other particle in between these two bodies. ഇനി ഈ രണ്ട് ബോഡീസിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലും പാർട്ടിക്കിളോ വേറെ ബോഡീസോ എന്ത് തന്നെ ഉണ്ടായിക്കോട്ടെ, there is a force of attraction between these two bodies, and the magnitude of that force is F is equal to G into m1 m2 by r square. And it is seen that it is the weakest force in the universe, and it is a long range force. ഒരു ചെറിയ ഡിസ്റ്റൻസിലേക്ക് മാത്രമല്ല ഇതിന്റെ ഇഫക്റ്റ് ഉള്ളത്, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സിലേക്ക് ഇഫക്റ്റ് വരുന്ന ഒരു ഫോഴ്സ് ആണ്, ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. And the force act along the line joining the centers of the two bodies. These are the features of the gravitational force. Then you may have heard about the principle of superposition. ഇപ്പോൾ ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ആ ബോഡിയിൽ വേറൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. There are several forces acting on a body. ഇനിയിപ്പോൾ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് ബോഡി എന്ന് പറയുന്നത് ഈ ആക്ട് ചെയ്യുന്ന ഓരോ ഫോഴ്സിന്റെയും സമ്മാണ് ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. ഇപ്പോൾ ഒരു ബോഡിയിൽ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബൈ അനദർ ബോഡി ഉണ്ട്. ദെൻ ഈ ഇവിടെ നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഒരു ബോഡി then represented as so. Then there is a force of attraction from m1, m2, m3 and m4. They are represented by f01, f02, f03 and f04. ഇനി ടോട്ടൽ ഫോഴ്സ് ഈ ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്നത് that is a sum of the all forces. That is the principle of superposition of forces. ഇനി നമുക്ക് കാണാം force on a point mass due to shell of uniform density and uniform thickness. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് മാസ് ഇതാണ്, സ്മോൾ m, that is a point mass that I am considering. ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, in this case the point mass is outside the shell. ഈ ഷെല്ല് കൊണ്ട്, ഷെൽ ഓഫ് മാസ് ക്യാപിറ്റൽ എം കൊണ്ട് ഈ പോയിന്റ് മാസ് എമ്മിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്, അതിനുള്ള എക്സ്പ്രഷൻ ആണ്. then r is the distance between them and the small mass is outside the shell. That force experienced by the small m, it is given by Newton's law of gravitation, that is F is equal to G into the product of masses എന്ന് പറയുന്നത് capital M and small m, that is Gmm, divided by the square of distance between them, that is r square. But the case is different when the point mass is inside the shell. Here the small mass, that is the point mass inside the shell, that is represented by small m. Then net force experienced by the point mass inside the shell, that is equal to 0. ഇത് നിങ്ങൾക്ക് ആദ്യത്തെ എക്സ്പ്രഷനിൽ നിന്ന് തന്നെ അറിയാവുന്നതാണ്, G is equal to mm by r square. അപ്പോൾ r എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻട്രൽ നിന്നും നമ്മുടെ പോയിന്റ് മാസ് എവിടെയാണോ അവിടേക്കുള്ള ആ സെൻട്രലിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. പക്ഷെ പോയിന്റ് മാസ് ഇൻസൈഡ് ദ ഷെല്ലാണെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആണ്. ഇത് പലപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള കാര്യമാണ്. യു ഷുഡ് നോ ദിസ് വൺ.
ഫസ്റ്റ് കണ്ടൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു രണ്ട് കോൺസ്റ്റൻസ് ഉണ്ട്, ക്യാപിറ്റൽ ജി ആൻഡ് സ്മോൾ ജി. Capital G, you have seen what is capital G. It is a universal gravitational constant. Okay, now we can see what is small g. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. It is acceleration due to gravity. Then what is acceleration due to gravity? We can see here. When a body falls towards the earth under gravity, acceleration produced in the body due to gravity, it is called acceleration due to gravity. അപ്പോൾ എർത്തിൻ്റെ ഗ്രാവിറ്റി കൊണ്ടാണ് ഒരു ബോഡി താഴേക്ക് വീഴുന്നതെങ്കിൽ, വേറൊരു ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടല്ല, എർത്തിൻ്റെ ഗ്രാവിറ്റി കൊണ്ടാണെങ്കിൽ, ആസ് ആപ്പിൾ ഫോൾസ് ഓൺ ദ ഹെഡ് ഓഫ് ഐസക് ന്യൂട്ടൺ, അതുപോലെ ഗ്രാവിറ്റി കൊണ്ടാണ് താഴേക്ക് വീഴുന്നതെങ്കിൽ ആ ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സലറേഷനെയാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെയിറ്റ് ഇറ്റ് സെൽഫ് ആണ്. സോ വി ക്യാൻ ഇക്വേറ്റ് ദ എഫ് ഇസ് ഈക്വൽ ടു എം ജി, because അത് ബോഡി താഴേക്ക് വീഴുന്നത് ഇറ്റ്സ് ഓൺ വെയിറ്റ് കൊണ്ടാണ്, വിച്ച് ഇസ് ഈക്വൽ ടു എം ജി. ദാറ്റ് ഈസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ. ഓർ ഫ്രം ദിസ് സ്മോൾ ജി വി ക്യാൻ ക്യാൻസൽ സ്മോൾ എം. സ്മോൾ എം എന്ന് പറയുന്നത് ഇവിടെ ആ ഫോൾ ചെയ്യുന്ന ബോഡിയുടെ മാസ് ആണ്. വി ക്യാൻ ക്യാൻസൽ ദാറ്റ് വൺ. സോ സ്മോൾ ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി എം ബൈ ആർ സ്ക്വയർ. then ഇവിടെ അട്രാക്ട് ചെയ്യുന്നത് എർത്ത് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന എം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മാസ് ഓഫ് ദ എർത്ത് ആണ്. സോ ജി എം ബൈ ആർ സ്ക്വയർ. ദെൻ റേഡിയസ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത് 6400 കിലോമീറ്റർ ആണ്. യു ഷുഡ് നോ ദാറ്റ് ഓൾസോ. ക്യാപിറ്റൽ ജി നമ്മൾ നേരത്തെ കണ്ടിരുന്നു, 6.67 into 10⁻⁻11 ആണ്. Substituting these values, we can obtain the small g, which is the acceleration due to gravity, as 9.81. ഇപ്പോൾ നമ്മളിവിടെ രണ്ട് കോൺസ്റ്റൻസ് കണ്ടു കഴിഞ്ഞു, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ജി ആസ് വെൽ ആസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ജി, വിച്ച് ഈസ് ഈക്വൽ ടു 9.81 meter per second square. Now we can see the mass of the earth. Here the expression small g is equal to gm by r square, or from this we can write capital M, that is the mass of the earth. G എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഇതിൽ മാസ് ക്യാപിറ്റൽ എം ഇസ് ദ മാസ് ഓഫ് ദ എർത്ത് ആണ്. ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ ബൈ ക്യാപിറ്റൽ ജി. ഹിയർ ദ സ്മോൾ ജി ഇറ്റ് ഇസ് 9.81. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ റേഡിയസ് ഓഫ് ദ എർത്ത് ആൻഡ് ക്യാപിറ്റൽ ജി യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഒബ്റ്റെയിൻ ദ മാസ് ഓഫ് ദ എർത്ത്. ഇനി നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഓഫ് എർത്ത്. നിങ്ങൾക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. മാസ് ഡെൻസിറ്റി ഇറ്റ് ഈസ് മാസ് ബൈ വോളിയം. അപ്പോൾ മാസ് എർത്തിൻ്റെ ആണ് ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നതെങ്കിൽ ഡെൻസിറ്റി ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് ഡെൻസിറ്റിയുടെ എക്സ്പ്രഷനിലുള്ള ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദ എർത്ത് ആണ്. ദെൻ വാട്ട് അബൌട്ട് ദ വോളിയം? എർത്ത് ഒരു സ്പിയർ ആണ്. All of you know that volume of the sphere is given by 4/3 pi r cube. R എന്ന് പറയുന്നത് radius of the earth. So from this we can write density, that is equal to 3m by 4 pi r cube. ഇനി നമ്മൾ ഓൾറെഡി ഇവിടെ നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. ക്യാപിറ്റൽ എം മാസ് എന്നുള്ളത് ഇറ്റ് ഈസ് ജി ആർ സ്ക്വയർ ബൈ ജി. ഡെൻസിറ്റിയുടെ എക്സ്പ്രഷനിൽ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മാസ് as gr square by g. അപ്പോൾ നമുക്ക് ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ എന്താ കിട്ടുക നോക്കാം. 3/4 pi r cube into gr square by g. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഡെൻസിറ്റി ഈസ് ഗിവൺ ബൈ 3g/4 pi rg. കീമിൽ പലപ്പോഴും എക്സാമിന് ഡെൻസിറ്റിയുടെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. സോ ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ ബൈ ഹാർട്ട് ചെയ്തില്ലെങ്കിൽ യു ഷുഡ് be able to derive from this one. അതായത് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. വോളിയം സ്പിയറിൻ്റെ ദാറ്റ് ഇസ് 4/3 pi r cube ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിയേണ്ട ഒരു കാര്യം മാസ് ഈസ് ഗിവൺ ബൈ ജി ആർ സ്ക്വയർ ബൈ ജി. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ഡെൻസിറ്റി ദാറ്റ് ഇസ് 3g/4 pi rg. ഇപ്പോൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിന് ഇത് മുഴുവൻ സോൾവ് ചെയ്യാനൊന്നും ടൈം കിട്ടിയെന്ന് വരില്ല. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റഡി ദ എക്സ്പ്രഷൻ ഫോർ ഡെൻസിറ്റി. കാരണം ഡെൻസിറ്റി കമ്പയർ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് പ്രീവിയസ് ഇയറിൽ കീമിൽ ചോദിച്ചിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. സോ ബെറ്റർ ടു സ്റ്റഡി ദ എക്സ്പ്രഷൻ ഫോർ ദ ഡെൻസിറ്റി വിച്ച് ഈസ് ഗിവൺ ബൈ 3g/4 pi rg.
ഇത് ഓരോ ടേം നിങ്ങൾക്ക് അറിയുന്നതാണ്. സ്മോൾ g എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ക്യാപിറ്റൽ R ഇറ്റ് ഈസ് എ റേഡിയസ് ഓഫ് എർത്ത്. ദെൻ ക്യാപിറ്റൽ G യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഇനി നമുക്ക് വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഹൈറ്റ്, ഡെപ്ത്, ദെൻ റൊട്ടേഷൻ ഓഫ് എർത്ത് ഇതുവിധ കാര്യങ്ങൾ കാണാം. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? എർത്ത് സർഫസിൽ നിന്നും എത്ര ദൂരെ പോയാലും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വാല്യൂ g സെയിം ആയിരിക്കുന്നതാണോ? ഇറ്റ് ഈസ് നോട്ട് ദ സെയിം. ഇറ്റ് വേരിയസ് വിത്ത് ഹൈറ്റ്, അതുപോലെ തന്നെ ഇറ്റ് വേരിയസ് വിത്ത് ഡെപ്ത് ആൻഡ് ഓൾസോ വിത്ത് ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് കേസ് വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഹൈറ്റ് above the surface of the earth. ഇപ്പം നമ്മൾ ഇവിടെ ഈ ഫിഗർ നോക്കാം. ഫിഗറിൽ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് എർത്തിന്റെ റേഡിയസ് ആണ്. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് അത് സർഫസ് ഓഫ് ദ എർത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അവിടെ നിന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബോഡി ഇറ്റ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് സ്മോൾ h ഫ്രം ദ സർഫസ്. അപ്പോൾ നോക്കാം, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബോഡി ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് സ്മോൾ h ഫ്രം സർഫസ് ഓഫ് എർത്ത് but r plus h from the center of the earth. Okay. ഇനി നമുക്ക് നമ്മുടെ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ നോക്കാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് G(m)/r² ആണ്. അതിലെ ഡിനോമിനേറ്ററിലുള്ള r എന്നുള്ളത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ് ഓഫ് മാസസ് ആണ്. സോ ഹിയർ ദ ഡിനോമിനേറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ R plus h. ക്യാപിറ്റൽ R is the radius of the earth. Then small h എന്ന് പറയുന്നത് സർഫസിൽ നിന്നും എത്ര ഹൈറ്റിലാണോ നമ്മുടെ മാസ് ആ ഡിസ്റ്റൻസ് ആണ് സ്മോൾ h. സോ F is given by G(m)/r plus h whole square. ഇവിടെയുള്ള ക്യാപിറ്റൽ M എർത്തിന്റെ മാസും സ്മോൾ m ആ ബോഡി ഏത് ബോഡിയുടെ ആണോ നമുക്ക് ഫോഴ്സ് വരുന്ന ഫോഴ്സ് കണ്ടുപിടിക്കുന്നത് അതിന്റെ മാസുമാണ്. ഇതിന്റെ ഡെറിവേഷൻസ് നിങ്ങൾ യു ഷുഡ് നോ ദിസ് എക്സ്പ്രഷൻ. പക്ഷേ ഇതെങ്ങനെ ഡിറൈവ് ചെയ്തിട്ടാണ് ഡെറിവേഷൻ പഠിക്കണമെന്നില്ല. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ സ്റ്റഡി ദാറ്റ് ആൻഡ് വി ക്യാൻ ഒബ്റ്റെയിൻ ദ ഫൈനൽ എക്സ്പ്രഷൻ ആസ് g dash. g dash എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് എ ഹൈറ്റ് എച്ചിലുള്ള ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് g dash എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. g dash is given by g into 1 - 2h/r. ഈ എക്സ്പ്രഷൻ എന്തായാലും പഠിക്കണം. ഹൈറ്റിന്റെയും ഡെപ്തിന്റെയും ഒക്കെ വേരിയേഷനെ ബേസ് ചെയ്തിട്ട് പലപ്പോഴും ക്വസ്റ്റ്യൻസ് എൻട്രൻസിൽ ചോദിച്ചിട്ടുള്ളതാണ്. സോ യു ഷുഡ് ബൈ ഹാർട്ട് ദിസ് എക്സ്പ്രഷൻ. g dash is equal to g, that is 9.81 into 1 - 2h/r. സ്മോൾ h എന്നുള്ളത് സർഫസിൽ നിന്നും ആ ബോഡിയിലേക്കുള്ള ഹൈറ്റ്. ക്യാപിറ്റൽ R എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഡിയസ് ഓഫ് ദ എർത്ത്. നമ്മൾ ഹൈറ്റ് അനുസരിച്ചിട്ടുള്ള വേരിയേഷൻ കണ്ടു. സർഫസിൽ നിന്നും ഹൈറ്റ് കൂടിയ എന്താണ് ചേഞ്ച് വരുന്നത്. അതിൽ നമ്മൾ കണ്ടു വാല്യൂ ഓഫ് g ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡെപ്ത്. h കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് g കുറഞ്ഞു കുറഞ്ഞു വരുന്നു. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് വേരിയേഷൻ ഓഫ് g വിത്ത് ഡെപ്ത് ബിലോ ദ സർഫസ് ഓഫ് എർത്ത്. ഇവിടെ നോക്കാം, സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ R മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ബോഡി ആ സർഫസിൽ നിന്നും d എന്ന ഡെപ്തിലാണ്. സോ ഇതിന്റെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ G(m)/r² എന്ന് പറയുമ്പോൾ നമുക്ക് r - d ആണ് വരിക. ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആസ് ഇൻ ദ പ്രീവിയസ് കേസ് കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഒബ്റ്റെയിൻ g at a depth d that is equal to g into 1 - d/r. ഈ സ്മോൾ g എന്നുള്ളത് 9.81. സ്മോൾ d എർത്ത് സർഫസിൽ നിന്നും എത്ര ഡെപ്തിലാണോ നമ്മളുടെ ബോഡി ദാറ്റ് ഇസ് സ്മോൾ d. r is the radius of the earth. ഇവിടെ നമുക്ക് കാണാൻ പറ്റും d കൂടുന്നതിനനുസരിച്ച് വാല്യൂ ഓഫ് gd കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് ആസ് ദ ഡെപ്ത് ഇൻക്രീസസ്. ഇപ്പോൾ സർഫസ് ഓഫ് ദ എർത്തിൽ നിന്നും എത്രയ്ക്കും ഡെപ്തിലേക്ക് ഡീപ്പായിട്ടാണ് ബോഡിയുടെ പൊസിഷൻ എങ്കിൽ അത് കൂടുന്നതിനനുസരിച്ചിട്ട് ആക്സിലറേഷൻ കുറയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ദ കേസ് ഓഫ് വേരിയേഷൻ ഓഫ് g വിത്ത് റൊട്ടേഷൻ ഓർ ലാറ്റിറ്റ്യൂഡ് ഓഫ് എർത്ത് സർഫസ്. അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒരു പോളിലുള്ള ഒരു ബോഡിയും ഇക്വേറ്ററിലുള്ള ബോഡിയും സെയിം ആയിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ ബോഡിയുടെ പൊസിഷൻ ഇതാണെങ്കിൽ
it is if ബോഡിയുടെ പൊസിഷൻ മാർക്ക് ചെയ്തിരിക്കുന്നു. It is at an angle of lambda from the equator. ഇക്വേറ്ററിൽ നിന്നും ലാംഡ ഡിസ്റ്റൻസ് ലാംഡ ആംഗിളിലാണ് നമ്മളുടെ ബോഡി. സോ അവിടെയുള്ള ജി വാല്യൂ that can be obtained as g minus omega square r into cos square lambda. ലാംഡ ഈ ബോഡിയുടെ പൊസിഷൻ, അതായത് എർത്തിന്റെ സെന്ററിൽ നിന്നും ബോഡിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ലൈൻ ഇക്വേറ്ററായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ദാറ്റ് ലാംഡ. അപ്പോൾ ഇക്വേറ്ററിലാണെങ്കിൽ ലാംഡ 0 ആയിരിക്കും, പോൾസിലാണെങ്കിൽ ലാംഡ 90 ആണ്. ദെൻ ദാറ്റ് ഈസ് ഫോർ പോൾസ്, ദാറ്റ് ഈസ് ഫോർ പോൾ എന്ന് പറയുമ്പോൾ ലാംഡ 90 ആണെങ്കിൽ ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി മൈനസ് ഒമേഗ സ്ക്വയർ ആർ ഇൻറ്റു കോസ് സ്ക്വയർ 90. കോസ് 90 എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് 0. സോ ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി. അപ്പോൾ പോൾസിലാണെങ്കിൽ, ബോഡി പോൾസിലാണെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 9.181 itself. ഇനി നെക്സ്റ്റ് കേസ് നോക്കാം. നമ്മൾ ബോഡി ഇക്വേറ്ററിലാണെങ്കിൽ, ദാറ്റ് ഈസ് അലോങ് ദിസ് ലൈൻ ഇക്വേറ്ററിലാണെങ്കിൽ, ദെൻ വാട്ട് അബൌട്ട് കോസ് 90? ഇറ്റ്സ് 1 അല്ലേ? കോസ് സ്ക്വയർ ലാംഡയുടെ വാല്യൂസ് ഇറ്റ് ക്യാൻ വേരി ഫ്രം 0 to 1. ദെൻ 90 ആകുമ്പോൾ ഇറ്റ് ഈസ് 0, കോസ് 90 0 ആണ്. അതുപോലെ തന്നെ ഇക്വേറ്ററിൽ ലാംഡ 0 ആണെങ്കിൽ കോസ് 0 1 ആണ്. So the value of g dash at the equator, that is equal to g minus omega square r. ഈ എക്സ്പ്രഷൻസ് നിങ്ങൾ പഠിക്കണം. എവിടെയാണോ കൂടുതലുള്ളതെന്ന് അറിഞ്ഞിരിക്കണം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വാല്യൂ ഹൈ ആയിട്ടുള്ളത് പോൾസിലാണ്, ഇക്വേറ്ററിലാണ് ലോവസ്റ്റ് വാല്യൂ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്താണെന്നുള്ളത് നോക്കാം. നേരത്തെ പറഞ്ഞു ഇത് ലോങ് റേഞ്ച് ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. The space around the body in which the gravitational pull can be experienced, that is what is a gravitational field. അപ്പോൾ അറിയാം, നമ്മുടെ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതിൽ നിന്നും സ്ട്രെങ്ത് ഓഫ് ദ ഫീൽഡ് വേരീസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ആൻഡ് ഇൻ ഓർഡർ ടു എക്സ്പ്രസ് ദ ഫീൽഡ് സ്ട്രെങ്ത് അറ്റ് എ പോയിന്റ് we are using the term gravitational field intensity. അതിന്റെ എക്സ്പ്രഷൻ ഇനി നമുക്ക് കാണാം. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി എന്താണെന്നുള്ളത്. ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് മാസ് അറ്റ് എ പോയിന്റ്. അതായത് ഇവിടെയുള്ള രണ്ട് ബോഡീസിൽ നമ്മൾ ഏത് ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണോ കണ്ടുപിടിക്കുന്നത് അതിന്റെ മാസ് 1 ആണെന്ന് വിചാരിക്കാം. ഇവിടെ സ്മോൾ എം ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഈ സ്മോൾ എം 1 ആണെങ്കിൽ ഈ ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്താണ് എന്നുള്ളത്. ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ദാറ്റ് വാട്ട് വി ഷുഡ് ഡു, നമുക്ക് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ജി എം എം ബൈ ആർ സ്ക്വയർ. സ്മോൾ എം 1 ആണെങ്കിൽ ദെൻ ദാറ്റ് ഈസ് ജി എം ബൈ ആർ സ്ക്വയർ. അതിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ദാറ്റ് ഈസ് ഈക്വൽ ടു ദ സ്മോൾ ജി, that is acceleration due to gravity itself. അതായത് രണ്ടും ടേംസ് എക്സ്പ്രഷൻസ് സെയിം കിട്ടിയാലും യു ഷുഡ് നോ ദ ഡിഫറൻസ് ഇൻ കൺസെപ്റ്റ്. സ്മോൾ ജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ യൂണിറ്റ് മാസ് or the gravitational force experienced by unit mass. That is what is gravitational field intensity. Then കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ജി എം എം ബൈ ആർ സ്ക്വയറിൽ സ്മോൾ എം നമുക്കത് 1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ഒബ്റ്റെയിൻ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി വിച്ച് ഇസ് ജി എം ബൈ ആർ സ്ക്വയർ. ഇനി വരുന്ന ഒരു ടേം ആണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. The gravitational potential energy of a body at a point in the gravitational field of another body is equal to, ശ്രദ്ധിക്കുക ഡെഫിനിഷൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. എന്താണെന്നുള്ളത് amount of work done in bringing the given body from infinity to that point without acceleration. അതായത് ഇൻഫിനിറ്റിയിലുള്ള ഒരു ബോഡീനെ നമ്മൾ നോക്കാം, വർക്ക് ഈ വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്.
ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ. അപ്പോൾ നമ്മൾ പാത്ത് നോക്കേണ്ടതില്ല, എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഈ ഒരു ബോഡീനെ ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു പർട്ടിക്കുലർ പ്ലേസിലേക്ക് മാറ്റുന്നതിന് അതിന് വരുന്ന വർക്ക് ഡണിനെയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു സ്മോൾ മാസ് എം തന്നിട്ടുണ്ട്. ഇത് സെന്റർ ഓഫ് ദ ബോഡി ക്യാപിറ്റൽ എമ്മിന്റെ സെന്റർ ആണ് O മാർക്ക് ചെയ്തിരിക്കുന്നത്. ലെറ്റ് ഇറ്റ് ബി എർത്ത്. ഇപ്പോൾ എർത്ത് ആണെന്ന് വെച്ചാൽ എർത്തിന്റെ റേഡിയസ് ക്യാപിറ്റൽ R മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്മോൾ ബോഡി or with small mass compared to the earth, mass of earth, അത് ഈ സർഫസിൽ നിന്നും സ്മോൾ h ഡിസ്റ്റൻസിലാണ്. ഓക്കെ, ദെൻ ഇനി ഈ എക്സ്പ്രഷൻസ് ഈ ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. Amount of work done in bringing the body having unit mass from infinity to a point without acceleration, it is known as gravitational potential. നമ്മൾ രണ്ട് ടേംസ് കണ്ടു, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടു, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കണ്ടു. ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്നും ഈ മാസിനെ ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ട വർക്ക് ഡണിനെയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. If the small m is equal to 1, then corresponding work done, that is termed as gravitational potential. We can say the expression for that. Gravitational potential is equal to the work done. Work done is equal to force into distance moved. That is force എന്ന് പറയുന്നത്, if it is of unit mass, the force എന്ന് പറയുന്നത് gm into unit mass ആകുമ്പോൾ small m is equal to 1 gm by r square into let the distance moved is dx. Small distance dx മൂവ് ചെയ്യാൻ വേണ്ടത്. ഇനി ഈ വർക്ക് ഡൺ എവിടെ തൊട്ടുള്ളതാണ്? ഇൻഫിനിറ്റിയിൽ നിന്നും നമ്മുടെ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടത്. അതായത് ഇൻഫിനിറ്റി ടു സ്മോൾ ആർ. സ്മോൾ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ലുക്ക് അറ്റ് ദ ഫിഗർ, യു ക്യാൻ സീ സ്മോൾ ആർ സെന്റർ ഓഫ് എർത്തിൽ നിന്നും ആ ബോഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. സർഫസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് h ആണ്, റേഡിയസ് ക്യാപിറ്റൽ R ആണ്. സ്മോൾ ആർ സെന്റർ ഓഫ് എർത്തിൽ നിന്നും ബോഡിയുടെ ഫൈനൽ പൊസിഷനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്നും ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ എനർജി ഓർ വർക്ക് ഡണിനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ gm ഇൻറ്റു ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു r then 1 by x square dx, that is equal to ലിമിറ്റ്സ് എല്ലാം അപ്ലൈ ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, -1 by x square dx നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അപ്ലൈ ദ ലിമിറ്റ്സ് ആൻഡ് യു നോ ദാറ്റ് 1 by ഇൻഫിനിറ്റി എന്നുള്ളത് 0 ആണ്. അപ്പോൾ സെക്കൻഡ് ടേം 0 കിട്ടും. സോ ദ വർക്ക് ഡൺ or the total work done which is equal to the gravitational potential, that is equal to -gm by r. ഇവിടെയുള്ള നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് potential energy is due to the gravitational force of attraction. That is why the negative sign indicates. Small r എന്താണെന്ന് ശ്രദ്ധിക്കുക. ഈ ബോഡിയുടെ സെന്ററും എർത്തിന്റെ സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ്, that is what is the small r. That is a gravitational potential. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണെന്ന് കണ്ടു. As per Newton's law of gravitation, a force of attraction that depends upon the product of masses and inversely proportional to square of distance between them. And a proportionality constant, it is known as universal gravitational constant. The value എന്തായാലും നിങ്ങൾ പഠിക്കണം. നെക്സ്റ്റ് നമ്മൾ കണ്ടത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഒരു ബോഡി എർത്തിന്റെ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിലാണ് ഫോൾ ചെയ്യുന്നതെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സലറേഷനാണ് acceleration due to gravity എന്ന് പറയുന്നത്. You have seen the variation of acceleration due to gravity with respect to height above the surface of earth. അതുപോലെ തന്നെ എർത്ത് സർഫസിൽ നിന്നും അത് ബിലോ ആണെങ്കിൽ വേരിയേഷൻ ഓഫ് g with the depth below the surface and also with the rotation of earth. You know that value, g യുടെ value, it is 9.81 meter per second square. പിന്നെ നമ്മൾ gravitational field intensity kandu, then gravitational potential energy as well as gravitational potential. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്യുക.
എല്ലാ എക്സാമിനും തന്നെയും കുറേ ന്യൂമറിക്കൽ പ്രോബ്ലംസും ബേസ്ഡ് ഓൺ ദീസ് ഫോർമുലാസ് ഒക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് എല്ലാം ബൈ ഹാർട്ട് ചെയ്യുക, നന്നായി പഠിക്കുക. താങ്ക് യു ഓൾ.